ഹലോ ഗൈസ്, അപ്പം ഇന്ന് ചാപ്റ്റർ 2 ആണ് കളിക്കുന്നത്. ഇതുവരെ ചാപ്റ്റർ 1 സ്ലെയർ കംപ്ലീറ്റ് ചെയ്ത്. ഇന്നിനിപ്പോൾ ചാപ്റ്റർ 2 തുടങ്ങണം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്ര എനിക്ക് പറയാനുള്ളത്. എൻ്റെ അടിപൊളി ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നോട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പം എനിക്ക് ഇന്നലെ കിട്ടിയൊരു കാറ്, സുബാറു RX അങ്ങനത്തെ ഒരു കാറ് എനിക്ക് കിട്ടിയായിരുന്നു. സുബാറു BRZ. അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം, പറ്റുമെങ്കിൽ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. അല്ലാതെ നടക്കത്തില്ല, അപ്ഗ്രേഡ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. സോ നിർഭാഗ്യവശാൽ നമ്മൾ ബ്ലാക്ക് മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നു. അതേ നടക്കുമെന്ന് തോന്നുന്നു. അതെല്ലാം പോട്ടെ. എന്തൊക്കെയോ ഇനി മിഷൻസ്. അടുത്ത മിഷൻ റീബിൽഡ് എ പാർട്ട്, ക്ലെയിം $5000 ക്യാഷ് കിട്ടിയിട്ടുണ്ട്. ഇനി അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. റെഡി ടു ബിൽഡ്. ഫോർഡിൻ്റെ മസ്താങ് ഹൊനിക്കോൺ എന്ന് പറഞ്ഞ വണ്ടി കിട്ടി. വണ്ടി ഫ്രീ ആയിട്ട് കിട്ടിയതാ. ഓക്കെ, കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ. ഓക്കെ, ഇതും 482 PR എന്ന് കാണിക്കുന്നത്. എന്തോ എനിക്കറിയത്തില്ല. നമുക്ക് ഹോഴ്സ് പവറൊന്ന് മനസ്സിൽ വിചാരിക്കാം. 482 ഹോഴ്സ് പവറേ ഉള്ളൂ. പോരാ, ഇതും പോരാ. 262 ഹോഴ്സ് പവറേ ഉള്ളൂ തൽക്കാലം. ഈ ചാപ്റ്റർ 2 റേസ് കളിക്കാനൊക്കെ ഇത് തന്നെ ധാരാളം. പക്ഷെ അങ്ങനെ പോരാ. ടൈം ട്രയൽ. കാർ സെലക്ട്. ഏത് വേണമെങ്കിലും എടുക്കാം. ഏത് വേണം? ഇത് പോവാം, ഇതെടുക്കുക. വേണ്ട, ഏതെങ്കിലും എടുക്കുക. ഞാൻ മാത്രമേ ഉള്ളൂ ടൈം ട്രയലിലാണ്. ഇത്ര സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ അത് മുമ്പിൽ പോവും. By the way, stop by mode shop. I will help you fit in the scene. You will get weird looks rolling up to race, looking like you just picked up your kicks from. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് കളിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഡ്രിഫ്റ്റ് അടിച്ചാൽ മാത്രമേ നൈട്രോസ് കയറത്തുള്ളൂ. അങ്ങനെയാണ് ഗെയിമിൻ്റെ റൂള്. 54 മിനിറ്റ് ഉണ്ട് നമുക്ക്. അതിനുള്ളിൽ റേസ് വിജയിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഡ്രിഫ്റ്റ് അടിച്ച്. സത്യം പറയാമല്ലേ, വേറെ വല്ല രാജ്യത്ത് ദുബൈയിലെങ്ങാനും വേണമെങ്കിൽ, ഇവിടെയൊക്കെ ടാക്സിൻ്റെ പ്രശ്നം കാരണം വണ്ടി എടുക്കാൻ, മിഡിൽ ക്ലാസ്സുകൾക്ക് വണ്ടി എടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള സുബാറു, അതേപോലെ ലംബോർഗിനി, ഫെറാറി പോലെയുള്ള വണ്ടി എടുക്കാൻ പറ്റത്തില്ല. അത് ദുബൈയോ അബ്രോഡോ വല്ലതും ആണെങ്കിൽ സുഖമായിട്ട് അവർക്ക് വണ്ടി എടുക്കാം, യൂസ്ഡ് വണ്ടി. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് റിയൽ ലൈഫിൽ ഓടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിവേ, വി ക്യാൻ കണ്ടിന്യൂ ടു ഗെയിം. നമ്മൾ ജയിച്ച്. ഇങ്ങനൊന്നും അല്ല, ഈ സിറ്റി ഡ്രൈവ് ഒന്നും അല്ല വേണ്ടത്. ശരിക്കും ഒരു ഡ്രിഫ്റ്റിംഗ് ട്രാക്ക് തന്നെ വേണം. അത് വെച്ചിട്ട് നല്ല ഡ്രിഫ്റ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഏതാണ്ടൊരു വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്, നിസാൻ 350Z എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഡ്രിഫ്റ്റിംഗ് ഹാൻഡ്ലിങ് കിട്ടും.
ഡ്രിഫ്റ്റ് ചെയ്യാൻ നല്ല അടിപൊളി വണ്ടിയാണ്, ഹാൻഡ്ലിങ് കിട്ടും. അപ്പോൾ എന്തൊക്കെയോ റിവാർഡ് കിട്ടിയിട്ടുണ്ട്, നോക്കാം. വോൾസ് വാഗൻ ഗോൾഫ് GTI, അതായത് ഇവിടുത്തെ പോളോ. ഓക്കെ, $22,000 ഉണ്ട്, 22,000 ചില്ലറ $. അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ആ ചാപ്റ്റർ 2 ക്രിസ്സാണ് നമ്മളിന്ന് കളിക്കുന്നത്, നേരത്തെ പറഞ്ഞാൽ മതി. എന്തായാലും നമുക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ പോയി നോക്കാം, വല്ലതും കളിക്കാൻ പറ്റുമോ, അല്ല വല്ലതും വാങ്ങിക്കാൻ പറ്റുമോ. ചാപ്റ്റർ 5 കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ ഇവൻ്റ് എടുക്കാൻ പറ്റും. സ്റ്റോറിൽ കയറി നമ്മൾ കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യണം, അത് കുറച്ച് പൈസ ആഡ് കണ്ടായാലും ഓഹോ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന എവിടെ ഉള്ള നമുക്ക് കളിക്കാം. 4% കംപ്ലീറ്റഡ്. ചാപ്റ്റർ 2 ക്രിസ്, നൈട്രോ റഷ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. 3 സംഭവങ്ങൾ മിസ്റ്ററി പ്രൈസ് ഏതെങ്കിലും ഒന്ന് കിട്ടും. നമുക്കിതെടുക്കാം, മസ്താങ്ക് ഹുണിക്കോൺ. ഈ സംഭവം ഗെയിം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, അത്യാവശ്യം ഗ്രാഫിക്സൊക്കെ ഉള്ള ഫോണിലാണെങ്കിൽ കളിക്കാൻ പറ്റും. ഇതാണ്. ഇതും ഒരു സിറ്റിയിലാണല്ലേ. നമ്മുടെ ടൈലർ മെക്കാനിക് എണ്ണം എന്തൊക്കെയോ പറയുന്നു. PSST, ഹേയ് wanna see something awesome? I just finished setting up this new tech. They are called Nitro Strip. ഓക്കെ, നമുക്ക് കണ്ടറിയാം അങ്ങനെയാന്ന്. മേക്ക് ഷുവർ യു ഗോട്ട് സീറ്റ് ബെൽറ്റ് ഓൺ. ശരിയണ്ണ, സൂപ്പർ ചാർജ് നൈട്രോ. ഓക്കെ. They are all along this stretch of road here. Go and try. ശരി, സമ്മതിച്ച്. ഈ പച്ച ഇതിനപ്പുറം പോയി കഴിഞ്ഞാൽ ഓവർ റവ് എന്ന് പറഞ്ഞ് കാണിക്കും, പിന്നെ വണ്ടി ഒന്ന് ക്രാങ്ക് ചെയ്ത് വരാനായിട്ട്. മാറിപ്പോടാം. മര്യാദയ്ക്ക് ഇവിടെ മനുഷ്യർ റേസ് കളിക്കാൻ നേരത്ത് അതിൻ്റെ ഇടയ്ക്ക് കയറി വരാൻ കുറേ വണ്ടി കിണ്ടികൾ. ഇതാ ഈ സിറ്റി ഈ നല്ല ശ്രദ്ധ വേണം ഇത് ഡ്രിഫ്റ്റ് അടിക്കാൻ. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഡ്രിഫ്റ്റ് അടിക്കാൻ ഭയങ്കര പാടാണ്. നമുക്ക് നേരിട്ട് തന്നെ വിജയിക്കാനുള്ള അവസരം ഉണ്ട്, പിന്നെ ഡ്രിഫ്റ്റ് അടിക്കേണ്ട കാര്യമില്ല, പിന്നെ ഒരു ഗുമ്മിന് വേണ്ടി ഡ്രിഫ്റ്റ് അടിക്കുന്നെന്ന് മാത്രം, അത്രേ ഉള്ളു. ടൈലറെണ്ണം നമ്മളത്തെ എന്തോ പറയുന്നു. ഓസം ദാറ്റ് ഐ വിൽ ഹാവ് ദീസ് ബേബീസ് ഓൾ ഓവർ ദി പ്ലേസ് റിയൽ സൂൺ. ഓക്കെ, കണ്ടിന്യൂ. എന്തോ മിസ്റ്ററി പ്രൈസ് വരാൻ പോകുന്നു. നമുക്ക് പൈസ വേണ്ട, നമുക്ക് പൈസ എന്ന് പറഞ്ഞ സാധനം വേണ്ട. കറക്റ്റ് പൈസ തന്നെ കിട്ടി. 30 ഗോൾഡ് ബാർ കൊടുത്ത് നമുക്ക് അടുത്ത സാധനം എടുക്കുക. കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. അടുത്ത 90 ഗോൾഡ് ബാർ, 105 മൈനസ് 90, അപ്പം നല്ലൊരു എമൗണ്ട് പോയി കിട്ടും, നല്ലൊരു ഗോൾഡ് ബാർ പോയി കിട്ടും. വേണ്ട, ഈസി സെഗ്മെൻറ്റ് മതി. അത് വെച്ച് നമ്മുടെ സുബാറു BRZ ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ നോക്കാം. നമുക്ക് പിന്നെ റിമൈൻഡ് മീ ലേറ്റർ. ഓക്കെ, നമുക്ക് റേസ് ഇപ്പം കളിക്കാം. ആദ്യം വണ്ടി ഒന്ന് ബിൽഡ് ചെയ്യാൻ നോക്കാം. വണ്ടി ബിൽഡ് ചെയ്യണം. വന്നു 1.5 ഒരു ബ്ലൂ പ്രിൻ്റ് കിട്ടി നമുക്ക്. അത് വെച്ച് പിന്നെയും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. സ്ട്രീറ്റ് ECU. ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം കഴിഞ്ഞ്. ക്ലൈം 1 ഗോൾഡ് ബാർ. നമ്മൾ നേരത്തെ 30 ഗോൾഡ് ബാർ എടുത്തല്ലേ, അപ്പം അതിന് ആയിട്ട് നമുക്ക് കിട്ടി. 3 പ്രാവശ്യം ഇത് കളിക്കുക, ഈ റേസ് ഒന്നുകൂടെ 3 പ്രാവശ്യം കളിക്കുക. അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്, ഈ സംഭവം ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്ത റേസ് എടുക്കാം. 3ാമത്തെ അത് സുബാറു
ഇംപ്രസ WRX STI കൊള്ളാം, നല്ല വണ്ടി. എനിക്കറിയത്തില്ല, കളിച്ച് നോക്കണം, നല്ല അറിയാൻ പറ്റും. ഇത് എല്ലാ എണ്ണവും കൂടെ ഉള്ള ടോം, ജോഷ്, ഇസബെല്ല, ആദിത്യവർമ്മ ഞാനാ. ഓക്കെ, ഇസബെല്ല പറയുന്നത് എന്തോ കൊണവണ ഓടിക്കുന്നു. മാറ് അടുത്തവൻ. ഷോയിങ് അപ്പ് ടു ദി റേസ് ദാറ്റ് ഗീക്സ് മൈ ഗ്രാനീസ് കാർ ഹാസ് മോർ സ്റ്റൈൽ. ശരി, ആയിക്കോട്ടെ. സീമോൻ, എന്തോ മോനെ സീമോൻ എന്ന് കണ്ട വിളിക്കുന്നുണ്ട്. ലെറ്റ് നോട്ട് ജഡ്ജ് ദി ഡ്രൈവർ ബൈ പെയിൻറ്റ് ജോബ്. എന്തുവാണ് യു വാണ് റേസ് റൈറ്റ്? റേസ് ചെയ്യണോടാ, എനിക്ക് റേസ് ചെയ്യണം. ടോമേ, എനിക്ക് റേസ് ചെയ്യണം നിൻ്റെ കൂടെ. എന്ത് വരുന്ന ഇപ്പം കണ്ടോ? ഗുഡ് ലോഞ്ച്. പെർഫെക്റ്റ് ആയിരുന്നു വേണ്ടത്. ഗുഡ് ലോഞ്ചേ കയറിയുള്ളൂ. കണ്ടോ ഇസബെല്ല. പോടി ഞാനേ ആദ്യം കയറത്തുള്ളൂ. കാരണം എൻ്റെ അത്രയ്ക്ക് നല്ല അടിപൊളി വണ്ടിയാണ്. 400 ഹോഴ്സ് പവറാണ് എൻ്റെ. ഓട് നീയൊക്കെ എൻ്റെ ബാക്കിൽ നിന്ന് വന്നാൽ മതി. ഞാനേ ആദ്യം പോകൂ, അതിൻ്റെ അഹങ്കാരമാണ്. ഡ്രിഫ്റ്റ് അടിച്ച് മാക്സിമം നൈട്രോസ് കയറ്റണം. കയറ്റി എയർ ടൈമും 11. അപ്പം അങ്ങനെ ജയിച്ച്. എനിക്കിനി എന്തോ നോക്കാം, ഞാൻ ജയിച്ചു. $830 കിട്ടിയുള്ളൂ. മോശം. ഓക്കെ. സീറ്റ്സ് സ്ലീപ്പറാ. അപ്പം സ്ലീപ്പറാന്ന് മനസ്സിലായല്ലേ? അതാ. ഫൈൻ, യു ആർ നോട്ട് ബാഡ്. ഇനിയിപ്പോൾ അങ്ങനെ സമ്മതിച്ചാൽ മതി. ഓക്കെ. നേരത്തെ എങ്ങനെയായിരുന്നു പറഞ്ഞത്, ഇപ്പം എങ്ങനെ പറഞ്ഞത്? അത്രേ ഉള്ളു. അങ്ങനെ ഒരു കാറിൻ്റെ ബ്ലൂ പ്രിൻ്റ് 4 ദിവസവും കൂടെ 4 ലെഫ്റ്റ് ടു ഗോ. എന്തുവാണാവോ, കിട്ടിയാൽ മതിയായിരുന്നു. $27,000 ഉണ്ട്. $27,019. എന്തോ ഡെലിവറി ആണല്ലേ. ലംബോർഗിനി അവൻറ്റഡോറ. ഇപ്പോഴോ? ചുമ്മാ പറ്റിക്കല്ലേ, മീഡിയവാ. പിന്നെന്തോ എനിക്ക് ദേഷ്യം വരുന്നു കേട്ടാ. ലംബോർഗിനി അവൻറ്റഡോറൊക്കെ കാണിച്ചിട്ട് ഇത്ര പെർഫോമൻസ് കാർ കാണിച്ചിട്ട് അവസാനം മീഡിയം എന്ന് കാണിച്ചാൽ അതെങ്ങനെ ശരിയാവുന്നു? 701 ഹോഴ്സ് പവറേ ഉള്ളു. പോരാ, 1000 കയറ്റണം. എനിക്ക് ഒന്നെങ്കിലും നീയൊക്കെ ലോൺ തരുന്നല്ലേടാ. ആണോ? അതോ ഇനി കണ്ടറിയാം സ്വന്തമായിട്ടാണോ എന്ന്. കിമ്മെന്ത് പറയാ? ചേച്ചി എന്ത് പറയുന്നത്? ചേച്ചി, ഹേ, ഐ ഗോട്ട് അനദർ ഡെലിവറി ദാറ്റ് നീഡ് ഡ്രൈവിങ്. ഇഫ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഹോം സേഫ്ലി ഇറ്റ്സ് എ ഹ്യൂജ്. അയ്യോ, ഓസ്റ്റിയതാ കേട്ടാ. മനസ്സിലായി, തോന്നി. ശരി, സമ്മതിച്ച്. ഞാൻ വിചാരിച്ചു എനിക്ക് സ്വന്തമായിട്ട് തരാനായിരിക്കുമെന്ന്, ചേച്ചി തരാനായിരിക്കുമെന്ന്. നൈസായിട്ട് അവളുടെ ഗ്യാരേജിൽ കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ടാ കേട്ടാ. ഇങ്ങനെ ഇരിക്കണ്. അതല്ലേലും അങ്ങനെ വരൂ. ബോസിനൊന്നും ഇങ്ങനെ വണ്ടി കിട്ടത്തില്ലല്ലോ. എങ്ങനെ എന്തായാലും നല്ലൊരു വണ്ടി ഓടിക്കാൻ അവസരം കിട്ടിയില്ല. നമുക്കൊക്കെ ഓടിക്കാം. കുറച്ച് ഇടിച്ച് തെറിപ്പിച്ച്. പെനാൽറ്റി 10 സെക്കൻഡ്. പട്ടി. ഗെയിമിൽ പോലും നന്ദിയില്ലാത്ത ഉള്ളത്. ഗെയിമിൽ പോലും നന്ദിയില്ലാത്ത ആൾക്കാരാണ് ഉള്ളത്. ഇത് ചെയ്യാനാ ഈ ലോകം. 9 മിനിറ്റ് കൂടെ. സീൻ എവിടെയെങ്കിലും ഒന്ന് ഇടിച്ച് നിന്നായിരുന്നു. ഞാൻ ജയിച്ചു. ഐ വോൺ ഇറ്റ്. ചേച്ചി $1,778 തന്നു. താങ്ക് യു. എനിക്കങ്ങനെ ആട് കണ്ടു കിട്ടുന്ന പൈസ വേണ്ട. താങ്ക്സിലോട്ട് വേണ്ട. നിങ്ങളുടെ താങ്ക്സ് കൊണ്ട് എനിക്ക് എന്തോ എനിക്ക് നിങ്ങളെ താങ്ക്സ് വേണ്ട. വിത്ത് മെനി എക്സോട്ടിക് കാർ enthusiastic in Black Ridge I have got a plenty of rides you can try. ശരി, സമ്മതിച്ച്. ചുമ്മാ കാറി കയറി ഓടിക്കാനായിട്ടാണെങ്കിൽ ഓക്കെ, സമ്മതിച്ച്.
ലെവലപ്പ് എങ്ങനെ 15 ഗോൾഡ് ഫ്യൂവൽ റീഫില്ല്. ഓക്കെ, അതൊക്കെ ന്യായം, അതൊക്കെ ഗെയിമിൻ്റെ റൂൾസാണ്. 34 ലെഫ്റ്റ് ഗോ എന്തുവാണ് കിട്ടുമായിരിക്കും. എന്തായാലും നല്ല സ്റ്റണ്ണിങ് ഗ്രാഫിക്സ്. എയർബോൺ. അതിന് മുമ്പേ കാറൊന്ന് റീബിൽഡ് ചെയ്യാൻ നമുക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ പോയി നോക്കാം. വല്ല തേങ്ങയുണ്ടോ, കിട്ടുമോ? ഇല്ല, കിട്ടത്തില്ല. ബ്ലാക്ക് മാർക്കറ്റ് ഒന്ന് നോക്കാം. എങ്ങനെ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. PVP മെറ്റീരിയൽ ബണ്ടിൽ. ഞാൻ കളഞ്ഞത്. അത് പൈസ കൊടുത്ത് വാങ്ങിക്കണ്ടായിരുന്നു. കുഴപ്പമില്ല. ബ്ലാക്ക് മാർക്കറ്റ് ഇത് തന്നെ. മെറ്റീരിയൽസ് ഇതാണ് നമ്മൾ ഞാൻ ഇത്രയും നേരമായിട്ട് കോണടിച്ച സംഭവം. ഇതാണ് മെറ്റീരിയൽസാണ് നമുക്ക് വേണ്ടത്. $4500, $6000. ശരി, ഒരു 10 ഗോൾഡ് ബാറും വെച്ച് വാങ്ങിക്കാം. ഇതും വേണം. ECU കമ്പോണൻറ്റും വേണം. $12000. അപ്പം തന്നെ പാപ്പരായി. $5000 ഉള്ളു. ഇനി നമ്മളെ വണ്ടി ബിൽഡ് ചെയ്ത് കയറ്റാം. സുബാറു നമ്മുടെ കൊച്ചു പയ്യൻ, അവനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ലൂബ്രിക്കൻ്റ് ഒഴിക്കണം. റീബിൽഡ് ഓപ്ഷൻ ഉണ്ടായിട്ടാണ് $350 വെച്ച് റീബിൽഡ് ചെയ്യാം. സ്ട്രീറ്റ് ECU. ഓക്കെ, ഇപ്പോൾ 270 ഹോഴ്സ് പവർ കയറി. ഹൂണിക്കോണിനെയും പറ്റും. ഹൂണിക്കോണൊക്കെ അവിടെ നിൽക്കട്ടെ. ഹൂണിക്കോണിന് അത്യാവശ്യം ഹോഴ്സ് പവർ ഉണ്ട്. ഇല്ലാത്തവന്മാരെ ഒന്ന് മുൻനിരയിലെത്തിക്കാം. ഓക്കെ, ക്യാമ്പയിൻ ചാപ്റ്റർ 2 ക്രിസ് എയർബോൺ. നമുക്കിത് മതി. ഇതിനെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. 270 ഡെയർസ് M3 ക്യൂപ്പ്. 1999 M3 ക്യൂപ്പ് ഇതാന്ന് തോന്നുന്നു. മറ്റേ നീഡ് ഫോർ സ്പീഡ് 2005 ടെയ്ലർ നമ്മുടെ മെക്കാനിക്ക്. എയറോഡൈനാമിക്സ് ക്ലാസ് ലെസൺ 1 സ്പീഡ് പ്ലസ് റാംസ് ഈക്വൽസ് ഫ്ലൈറ്റ്. ഓക്കെ മാൻ. ഓക്കെ, ട്രൈ ഗൂഫ് ബോൾ. ഡെയർസ് പറയുക ഗൂഫ് ബോൾ. എന്നെ ചീത്ത വിളിച്ചാടാ പട്ടി. എവരി വൺ നോസ് ദാറ്റ് യു ആർ എ റിയൽ സയൻറ്റിസ്റ്റ്. തൻട്രാ, ഞാൻ സയൻറ്റിസ്റ്റ് തന്നെ. എന്ത് നീ എന്നെ വെല്ലുവിളിക്കുന്നത്? ഇപ്പം കണ്ടോ? ശരി, സമ്മതിച്ച്. നീ ഞാൻ ഇപ്പം ജയിക്കുന്ന കണ്ടോ? പെർഫെക്റ്റ് ലോഞ്ച്. ഇതാണ് എനിക്ക് വേണ്ടത്. കഴിഞ്ഞ റേസിൽ റെഡായിപ്പോയി. റെഡോ സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ ആയിപ്പോയി. കഴിഞ്ഞ റേസിൽ പോരായിരുന്നു എൻ്റെ. ഇങ്ങോട്ട് ട്രാക്ക് സീൻ തന്നെ, വിഷയം തന്നെ. പോടാ ഇറങ്ങിപ്പോടാ. നിന്നെ കൊണ്ട് ഒതുങ്ങത്തില്ല. തകതല്ലേ. ഇത് ഡ്രിഫ്റ്റ് ട്രാക്ക്. ഹെയർപിൻ വളവ്, മൂന്നാറിലുള്ള ഹെയർപിൻ വളവ്. സീൻ. ഇത് തന്നെ ഇതിന് ഡ്രിഫ്റ്റിന് പറ്റിയ ട്രാക്ക്. ഇത് തന്നെ. അല്ലാതെ കണ്ട സിറ്റിയിലും പൂരപ്പറമ്പിലും ഒന്നും കൊണ്ടുപോയി റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഇത് കിട്ടത്തില്ല. ഒരു എയറോഡൈനാമിക് കിട്ടത്തില്ല. സീൻ. സീൻ തന്നെ. കഴപ്പ്. അയ്യോ, വണ്ടിയുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആയിപ്പോയി. കുഴപ്പമില്ല. ജയിച്ച്. അതിനിപ്പോൾ എന്താ വേണം? ഞാൻ ജയിച്ച്. 230 $2354.
ഓ റിയൽ മാക്സ് ട്രൈ ഇത് നൈസ് റേസ് യു ഗോട്ട് മീ അഗെയിൻ തൻട്ര നിന്നെ പൊക്കി ഞാൻ